വെൽക്കം ഓൾ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇടിയപ്പം നാഴിയുണ്ട്, പലർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലേ. അതായത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും മാവ് പുറത്തോട്ട് നമ്മൾ നിറയ്ക്കുന്നതിൻ്റെ പകുതിയോളം ആ നമ്മുടെ മേളിൽ കറക്കുന്ന ഭാഗത്തേക്ക് മേളിൽ വരുന്നു എന്നുള്ളൊരു പ്രശ്നം ഇടിയപ്പം ഉണ്ടാക്കുന്നവർക്ക് പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും തീർച്ചയാണ്. അപ്പോൾ ഞാൻ രണ്ട് വട്ടമായിട്ട് അല്ലേ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചില്ലിൻ്റെ പോലെ തന്നെ രണ്ട് വട്ടങ്ങൾ ഞാൻ ഒന്ന് നമ്മൾക്ക് പഞ്ചാമൃതം പായസമൊക്കെ അമ്പലത്തുനിന്ന് വാങ്ങുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനത്തെ തരം ബോട്ടിലുകൾ വാങ്ങുന്നവർക്ക് നല്ല കട്ടിയുള്ള ഒരു ബോട്ടിൽ നമ്മൾ അലുമിനിയം ഫോയിലായിട്ട് നല്ല കട്ടി ഉള്ള ഒരു ബോട്ടിൽ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ താഴ്വശത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് ഏകദേശം നമ്മുടെ കറക്കുന്ന ആ സാധനത്തിൻ്റെ താഴത്തെ വട്ടത്തിനേക്കാളും കുറച്ചുകൂടെ വട്ടത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത പീസാണ് ഞാൻ ഇനി ഇതിലായിട്ട് ഉപയോഗിക്കാൻ. നമ്മുടെ ഇടിയപ്പം പിഴിയുമ്പോൾ മാവ് മേളിലോട്ട് നമ്മുടെ ആ കറക്കുന്ന അല്ലേ ആ ചുരി ഇങ്ങനെ മടങ്ങി നിൽക്കുന്നില്ലേ, അതിലേക്ക് നമ്മുടെ മാവ് കയറി വന്ന് നമ്മൾ ഒരു നാഴിയിൽ നിറച്ച് നമ്മൾ മാവ് ഇട്ടാലും തിരിച്ചും പകുതിയോളം മാവ് അതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നു എന്നുള്ളതാണ്. ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ട് ആ പ്രശ്നം. ഞാൻ മാവൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം. അപ്പോൾ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ മാവ് എങ്ങനെ ഓവറായി നമ്മളുടെ ഈ തിരിയിലോട്ട് വരാതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച ആ ബോട്ടിലിൻ്റെ തട്ട് ഞാൻ ആദ്യം ഇട്ടു, എന്നിട്ട് തിരിക്കാനുള്ള ഭാഗം ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ ഇങ്ങനെ കറക്കി ഇടുക, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്ത് നീക്കും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ തിരിക്കുന്ന ഭാഗം വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതും. ഇതിലെന്തുകൊണ്ടാണ് ഞാൻ രണ്ട് ടിപ്സ് ഇതിൽ പറയുന്നതെന്ന് കരുതിയാൽ പലർക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് അത്രത്തോളം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയുവാണെങ്കിൽ വളരെ കറക്റ്റ് അളവിൽ നമ്മളുടെ ഇടിയപ്പ നാഴിയുടെ വളരെ നമ്മുടെ നാഴിയുടെ വട്ടം ഉണ്ടല്ലോ അത്രയും കറക്റ്റ് വട്ടത്തിൽ വേണം ശരിക്കും എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഒട്ടും മാവ് മേളിലേക്ക് വരാതിരിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മൾ അലുമിനിയമോ സ്റ്റീലോ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഇടിയപ്പ നാഴിയിൽ വളരെയധികം സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നൊന്നും ഒരു വളവൊന്നും സംഭവിക്കുക, ചിലപ്പോൾ അത് വളഞ്ഞ് ആകെ ഒരു രൂപക്കേട് നമ്മൾ പുതുതായി കട്ട് ചെയ്ത റൗണ്ടിന് സംഭവിച്ചേക്കാം. അപ്പോൾ അത്ര നമുക്കത് യൂസ്ഫുൾ ആവില്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്താ ഈ പറയണ കാര്യം എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വളരെ ലൈറ്റായിട്ടേ നമ്മളുടെ നമ്മൾ ഇങ്ങനെ തിരിച്ച് ഇടുന്ന ആ റൗണ്ടിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വളരെ ലൈറ്റായിട്ട് 0.2 മില്ലി മാത്രമേ നമ്മൾക്ക് ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വളരെ നൈസായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക. ആ 2 മില്ലി ഒരു 1-2 പോയിൻ്റ് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രത്തോളം ബാക്കി വരുന്നുണ്ട് പിഴിഞ്ഞ് നമ്മുടെ എക്സ്ട്രാ തട്ടും കൂടെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് ഒരു ഉരുള ബാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഒരു സ്റ്റീലോ അലുമിനിയമോ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്ലാസ്റ്റിക് എങ്ങനെയുണ്ട്, ഇതിനുള്ള പ്ലാസ്റ്റിക് റൗണ്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു ജാം ബോട്ടിലിൻ്റെ മൂടിയിലാണ് ജാം ബോട്ടിലിൻ്റെ മൂടിയാണ് ഞാൻ ഇതിനായിട്ട് കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇടിയപ്പം സെക്കൻഡ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ ഒരു തവണ തിരിച്ച് വെച്ച് വേവിച്ചൊക്കെ എടുത്തിട്ട് പിന്നീടും ഞാൻ എടുത്തു വെച്ച ഇഡ്ഡലി തട്ടാണ് അവിടെ ഇരിക്കുന്നത്. കറക്റ്റ് ഞാൻ ആ നമ്മുടെ നാഴിയുടെ കറക്റ്റ് റൗണ്ടിലാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ വായവട്ടത്തിൻ്റെ കറക്റ്റ്, അപ്പോൾ നമുക്കൊരു പെർമനൻ്റ് മാർക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആദ്യം ആ കറക്റ്റ് നമ്മുടെ നാഴി കമത്തി വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക.
അല്ലാതെ ആദ്യം തന്നെ വളരെ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് നമുക്ക് പ്ലാസ്റ്റിക് ഉദ്ദേശിച്ച രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റാതാക്കണ്ട. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാവൊക്കെ അതിൽ ഫില്ല് ചെയ്തു. മാവിൻ്റെ മേളിൽ നമ്മുടെ പ്ലാസ്റ്റിക് കട്ട് ചെയ്തത് റൗണ്ട് നമ്മൾ വെച്ചു. പിന്നെ തിരിക്കുന്ന ഭാഗം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി എങ്ങനെയുണ്ട് എന്നുള്ള അതിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് കാണാം. പെർഫെക്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ, അതായത് ഇപ്പോൾ ജാമിൻ്റെ പാത്രങ്ങളിലൊന്നും വലിയ ക്വാളിറ്റി കുറവ് ഞാൻ കണ്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ തീർച്ചയായും മാവ് വളരെ നന്നായി ആറിയതിന് ശേഷം നമ്മൾ ഇടിയപ്പം പിഴിയാൻ നോക്കുക. അതാണ് ബെറ്റർ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കളറോ ഒന്നും നമ്മുടെ ഇടിയപ്പം മാവിലേക്ക് ആവില്ല. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യുക. എല്ലാവരും അങ്ങനെ ചെയ്യുകയാണ് നല്ലത്. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ കണ്ടോ, മാവ് വളരെയധികം ചെറുതായിട്ട് മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കതിൽ പിഴിയാനൊന്നുമില്ല. വളരെ ഒരു ചെറിയ കൊഴുക്കട്ട ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള മാവേ നമുക്ക് വന്നിട്ടുള്ളൂ, അല്ലേ? എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.